ശബരിമലയിൽ ഭക്തജന തിരക്ക് 38 മണിക്കൂറിലേറെ ഇടവിട്ട് പെയ്ത മഴ തോർന്നതോടെയാണ് സ്വാമിമാർ കൂട്ടത്തോടെ മല കയറിയത്. 8 മണിവരെ 30,000-ലേറെ അയ്യപ്പന്മാർ ദർശനം പൂർത്തിയാക്കി. സന്നിധാനത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നുണ്ട്. സരീഷ്, ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കാലാവസ്ഥ എന്താണ്? ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയല്ലേ? കഴിഞ്ഞ 38 മണിക്കൂറായി പെയ്തുകൊണ്ടിരുന്ന മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഏതാണ്ടൊരു 2 മണിക്കൂർ മുൻപ് വരെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ മഴയുണ്ടായിരുന്നു. ആ മഴ അല്പം മാറിയിരിക്കുന്നു. അതോടെയാണ് ഈ അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായത് എന്ന് വേണം പറയാൻ. ഈ സമയത്തിനുള്ളിൽ തന്നെ, അതായത് 8 മണിക്കൂറിൽ തന്നെ ഏതാണ്ട് 30,000-ലേറെ പേർ ദർശനം പൂർത്തിയാക്കി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന കണക്ക്. ഇന്നലെയും അത്യാവശ്യം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെയും തിരക്കുണ്ടായിരുന്നു. ഇന്നലെ മാത്രം ഏതാണ്ട് 83,000-ലേറെ ഭക്തർ തൊഴുതു മടങ്ങി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ നല്ല മഴയായിരുന്നു, ഇടവിട്ട ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്രയേറെ ഭക്തന്മാർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒരുപക്ഷെ ഇന്നും സമാനമായി, കാരണം ഇനിയൊരു അവധി ദിവസമാണ്, ശനിയും ഞായറും ഒക്കെ അവധി ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ഭക്തന്മാർ എത്തും. പ്രത്യേകിച്ച് മലയാളികളായ ഭക്തന്മാർ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, നടപ്പന്തൽ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് കാണാം. സാധാരണഗതിയിൽ നടപ്പന്തലിൽ ഇത്രത്തോളം തിരക്ക് രാവിലെകളിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ, അല്ലെങ്കിൽ ഇന്ന് അത് മാറിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ, ഏതാണ്ട് നട തുറന്ന ആ സമയം മുതൽ തന്നെ ഈ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ മണിക്കൂറിലും പമ്പയിൽ നിന്നും 5,000-ലേറെ അയ്യപ്പന്മാരാണ് ഈ സന്നിധാനത്തേക്ക് കയറുന്നത്, അല്ലെങ്കിൽ മല ചവിട്ടുന്നത് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കൂടുതലായി സ്പോട്ട് ബുക്കിങ്ങിലൂടെ, ഇന്നലെ മാത്രം ഏതാണ്ട് 15,000-ലേറെ ആളുകൾ സ്പോട്ട് ബുക്കിങ്ങിലൂടെ സന്നിധാനത്തേക്ക് എത്തി എന്നും കണക്കുകൾ പറയുന്നു. എന്തായാലും ഓരോ ദിവസം കഴിയുന്തോറും ഈ ആളുകളുടെ എണ്ണത്തിൽ, അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ പ്രതിദിന വർധനവുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ അടുത്ത അതായത് മണ്ഡല സമാപനത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തങ്കയാങ്കി ഘോഷയാത്ര 26-നെത്തും, 27-ന് സംക്രമ പൂജ നടക്കും. അപ്പോൾ ആ നിമിഷത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആ നിമിഷം തങ്കയാങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കാണുക എന്നൊരു ഉദ്ദേശത്തോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ആ ദിവസങ്ങൾ അനുബന്ധമായി, അല്ലെങ്കിൽ അടുപ്പിച്ച് ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ്. നമുക്ക് ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അവിടെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച്, അതായത് സന്നിധാനത്തേക്ക് ഇറങ്ങുന്നതിനപ്പുറത്തേക്ക് ഇതിന് പുറകിൽ, സന്നിധാനത്തിൻ്റെ പുറകിൽ വലിയ തിരക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്രത്തോളം ഒരു നീണ്ട നിര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ സന്നിധാനത്ത് ഇതാണ് അവസ്ഥ. എത്രയും വേഗം ആളുകളെയൊക്കെ ദർശനം പൂർത്തിയാക്കി മടങ്ങുക. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 82,000-നും 83,000-നും ഇടയിലുള്ള ആളുകൾ ഇന്നലെ എത്തിയിരുന്നു. അപ്പോൾ പലർക്കും ഹരിവരാസനം പാടുന്നതിന് മുൻപ് ദർശനം പൂർത്തിയാക്കാനായിരുന്നില്ല. അപ്പോൾ അവർ കൂടി ഇന്ന് ദർശനം പൂർത്തിയാക്കുന്നതിനായി ഈ സിവിൽ ദർശനിലൂടെ, അതായത് സിവിൽ ക്യൂവിലൂടെ മുകളിലേക്ക് എത്തുന്നുണ്ട്. അതുകൂടി ഈ തിരക്കിന്, ഒരുപക്ഷെ ഈ സന്നിധാനത്തിന് മുന്നിലുള്ള തിരക്കിന് കാരണമാകുന്നുണ്ട്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി എത്രയും വേഗം ആളുകൾക്ക്, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ദർശനം പൂർത്തിയാക്കി മടങ്ങാനുള്ള സൗകര്യങ്ങളാണ് ഈ സന്നിധാനത്ത് ചെയ്തിരിക്കുന്നത്. ശരി സരീഷ്, ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്ന കാഴ്ചകളാണ്. 38 മണിക്കൂറിലേറെ തുടർച്ചയായി അവിടെ മഴയുണ്ടായിരുന്നു. അതിനുശേഷം സ്വാമിമാർ കൂട്ടത്തോടെ ഇപ്പോൾ മല കയറിയിരിക്കുകയാണ്. 8 മണിവരെ 30,000-ലേറെ അയ്യപ്പന്മാരാണ് ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നത്. സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്.